ഇനി നമുക്ക് ടൂൾസ് നോക്കാം. മൂവ് ടൂൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാൽ പറയാം. ഓക്കെ, മൂവ് ടൂൾ പറയുന്നത് ഒരു ഇമേജോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ്. ആ എടുക്കുന്ന ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ മെനു ബാറിൻ്റെ താഴെയായിട്ട് കാണുന്നത്. ഇനിയുള്ളത് മാർക്യൂ ടൂൾസ് ആണ്. റെക്ടാങ്കിൾ മാർക്യൂ ടൂള്, എലിപ്റ്റിക്കൽ മാർക്യൂ ടൂള്, സിംഗിൾ റോ മാർക്യൂ ടൂള്, സിംഗിൾ കോളം മാർക്യൂ ടൂൾ, അങ്ങനെ 4 മാർക്യൂ ടൂൾസ് ആണുള്ളത്. ആദ്യം നമുക്ക് കയ്യിൽ റെക്ടാങ്കിൾ മാർക്യൂ ടൂൾ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ഇമേജ് കൊണ്ടുവെക്കാം. ഫയൽ മാനേജറിൽ പോയി ഒരു ഇമേജ് വലിച്ച് ഡ്രാഗ് ആക്കി കൊണ്ടുവച്ച് അതിനുശേഷം ടിക്കോ അല്ലെങ്കിൽ എൻ്റർ അടിക്കാം. ടിക്ക് അടിച്ചാൽ നെക്സ്റ്റ് ആ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ എടുത്ത് ഏത് ഭാഗമാണ് എനിക്ക് വേണ്ടത് ആ ഒരു ഭാഗം മാത്രമായിട്ട് സെലക്ട് ആക്കി വെക്കുക. അപ്പം ഞാൻ ഈ ഒരു പെണ്ണിനെ മാത്രമായിട്ട് സെലക്ട് ആക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സെലക്ട് ആക്കിയ ഭാഗം മാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ സെലക്ട് ആക്കിയ ഭാഗം മാത്രം, ഇപ്പം ആ ഒരു ഗേൾ, ആ ഗേളിനെ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെയർ മാസ്ക് അടിക്കുക. ഇപ്പൊ നമ്മൾ സെലക്ട് ആക്കിയത് മാത്രമാണ് മാസ്ക് ആക്കി എടുത്തത്. അതായത് നമ്മൾ സെലക്ട് ആക്കിയ ഭാഗം മാത്രം കിട്ടി, ബാക്കിയുള്ള ഭാഗം കട്ടായി ഒഴിവായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത്രയല്ല സെലക്ട് ആക്കുന്നത്, കുറച്ചും കൂടി ആഡ് ആക്കണമെന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് പോകണമെന്നുണ്ട് കൺട്രോൾ സെറ്റ് അടിക്കാം. കൺട്രോൾ സെറ്റ് അടിച്ച് സെലക്ട് ആക്കി. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ടൂൾസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ മെനു ബാറിന്റെ താഴെയായിട്ട്, അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്തെങ്കിൽ സെലക്ട് ആക്കുകയാണെങ്കിൽ ആ ഒരു സെലക്ട് ആക്കിയത് മാത്രം, അതായത് ജസ്റ്റ് ഒന്ന് ഒരിക്കൽ സെലക്ട് ആക്കിയത് അത്ര വക മാത്രമായിട്ട് കിട്ടുന്നുള്ളത്. രണ്ടാമത്തെ എടുത്താൽ നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചും കൂടി ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ മൈനസ് ആക്കണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഏത് ഭാഗമാണ് വേണ്ടാത്തത് ആ ഒരു ഭാഗം മാത്രം മൈനസ് ആയിട്ട് എടുക്കാം. അതിൽ ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ സെലക്ട് ആക്കിയതിൽ വെച്ച് ഉള്ളിലത്തെ, അതായത് സെലക്ട് ആക്കിയതിന്റെ അകത്തുള്ള കുറച്ച് ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു വേണ്ട ഭാഗം മാത്രം സെലക്ട് ആക്കിയാൽ മതി. അതായത് ആഡ് ആക്കാനോ മൈനസ് ആക്കാനോ അല്ല, ആ സെലക്ട് ആക്കിയ ഭാഗത്തിന്റെ ഉള്ളിലുള്ള കുറച്ച് ഭാഗം മാത്രമായിട്ട് സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ ഈ സെലക്ട് ആക്കിയ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ആ സെലക്ട് ആക്കിയ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് അടിക്കാം. അപ്പോൾ ആ ഒരു വാണിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. അതായത് ആ ഒരു ഇമേജ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണ്, അതായത് നമ്മൾ എടുത്ത ഇമേജ് ഉണ്ടല്ലോ അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നതല്ല. ആ ടൈമിൽ ജസ്റ്റ് നോക്കി കൊടുത്തതിന് ശേഷം ലെയറിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. റാസ്റ്ററൈസ് ലെയർ അല്ലെങ്കിൽ കൺവേർട്ട് ടു ലെയേഴ്സോ മറ്റോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ റാസ്റ്ററൈസ് ലെയർ എടുക്കുന്നത്, അതിനുശേഷം ഡിലീറ്റ് അടിച്ചാൽ ആ സെലക്ട് ആക്കിയ ഭാഗത്തുള്ളത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെയർ മാസ്ക് അടിച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെയർ മാസ്ക് അടിച്ചാൽ മതി. ഓക്കെ, എനിക്കിത് ഇങ്ങനെയല്ല, അതായത് ഇപ്പോൾ കൺട്രോൾ സെറ്റ് അടിക്കുന്നത് അങ്ങനെയല്ല. ജസ്റ്റ് ഒന്ന് ആ സെലക്ട് ആക്കിയ ഭാഗത്ത് കളറാണ് വേണമെന്ന്, അതായത് ഫില്ലായിട്ട് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ജസ്റ്റ് ഒന്ന് കളർ ഇവിടെ ഫോർഗ്രൗണ്ട് കളറിൽ ബാക്ക്ഗ്രൗണ്ട് കളറിൽ കൊടുക്കുക. അതിനുശേഷം ഫോർഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ബാക്ക് സ്പേസും, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ കളർ ഫില്ലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഞാനത് പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി സെലക്ട് ആക്കുന്നത്, അപ്പോൾ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇനി സെലക്ട് ആക്കിയ ഭാഗമല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള സെലക്ട് ആക്കാത്ത ഭാഗമാണ് വേണ്ട മാസ്ക് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ജസ്റ്റ് ഒന്ന് ലെയർ മാസ്ക് എടുത്ത് ആൾ ടൂൾസ് ഒന്ന് ക്ലിക്ക് ആക്കിയാൽ മതി. അതായത് നിങ്ങൾക്ക് ആ സെലക്ട് ആക്കിയ ഭാഗം മാത്രമല്ല ബാക്കിയുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ആ സെലക്ട് ആക്കിയ ഭാഗം പോയിട്ട് ബാക്കിയുള്ള ഭാഗമായിരിക്കും ഇപ്പോൾ മാസ്ക് അടിച്ചാൽ വരുന്നത്. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡിലീറ്റിന് പകരം ജസ്റ്റ് ഒന്ന് ആൾ ടൂൾസ് മാസ്ക് അടിച്ചാൽ മതി.
ഓക്കെ, ഇപ്പോൾ റെക്റ്റാങ്കിൾ മാർക്കി ടൂളാണ് പറഞ്ഞത്. റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ എന്ന് പറയുന്നത് ഒരു ഭാഗം സെലക്ട് ചെയ്ത് ആ ഭാഗം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ലെയർ മാസ്ക് അടിക്കാനും, അതേപോലെ ആ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും കളറ് ഫില്ല് ചെയ്യാനുമാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ആ ഒരു ഇത് പഴയതുപോലെ തന്നെ ആക്കാം. ഒരു ഇമേജ് പഴയതുപോലെ തന്നെ ആക്കാം. ഓക്കെ, കൺട്രോൾ അടിച്ച് പഴയതുപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു സെലക്ഷൻ വന്നത് നിങ്ങൾക്ക് ആ സെലക്ഷൻ ഒന്ന് പോയിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു സെലക്ഷന് പോയിക്കണം എന്നുണ്ടെങ്കിൽ Ctrl+D അടിച്ചാൽ മതി. ആ ഒരു സെലക്ഷൻ പോകുന്നതായിരിക്കും, ഡീസെലക്ട് ആവുന്നതായിരിക്കും.